തൊടുപുഴയിൽ മത്സരിക്കാനുള്ള നീക്കവുമായി പി.ജെ. ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ്. പി.ജെ. ജോസഫ് തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. നമ്മൾ തൊടുപുഴയുള്ളവർ സ്വാഭാവികമായിട്ട് പി. ജോസ് സാർ മത്സരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് യു.ഡി.എഫ് നേതൃത്വം അതെ, പാർട്ടി പ്രവർത്തകർ അതെ, അതെല്ലാം ജോസഫ് സാറിനെ നേരിട്ട് അറിയിച്ചിട്ടുമുണ്ട്. പലരും എല്ലാ ഭാരവാഹികളും ഒക്കെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പം അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നുള്ളത് അദ്ദേഹമാണ് പറയേണ്ടത്. അത് ആ ഘട്ടത്തിലേ അത് പറയത്തുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു ഘട്ടമായിട്ടില്ല, കാരണം സീറ്റിനെ സംബന്ധിച്ചുള്ള ധാരണകളായിട്ടില്ല. ആ ചർച്ചകൾ നടന്നു വരുന്നു. അത് വരുന്ന പുറകെ അദ്ദേഹം ആ തീരുമാനമെടുക്കും. ഇടുക്കി ജില്ലയടക്കം കോട്ടയം അടക്കം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അടക്കം തിരിച്ചു കൊണ്ടുവന്നു ഇവിടുത്തെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കൊണ്ടുവരാൻ പി.ജെ. ജോസഫ് സാർ നടത്തിയ വർക്ക് അത് യു.ഡി.എഫ് അംഗീകരിച്ചതാണ്. അത് വളരെ ആരോഗ്യപരമായിരുന്നു, അത് വളരെ സന്തോഷപരമായിരുന്നു. മാനസികപരമായി ജനങ്ങളെല്ലാം അത് സ്വാഗതം ചെയ്തു. പിന്നെ പുതിയൊരു ആരോഗ്യ പ്രശ്നം എന്നാന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇനി അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ സാർ അത് തീരുമാനിച്ചോട്ടെ, അതിന് നമുക്ക് കുഴപ്പമില്ല. അത് ആരെ അദ്ദേഹം പ്രഖ്യാപിച്ചാലും ആ തീരുമാനത്തോടൊപ്പം പാർട്ടി പ്രവർത്തകർ മുഴുവൻ നിലകൊള്ളുകയും. പി.ജെ. ജോസഫ് എന്തു പറയുന്നു? ആ തീരുമാനത്തിനൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരുടെയൊക്കെ പ്രതികരണം. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, അച്ഛനോ മകനോ തൊടുപുഴയിൽ ആരെന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അതിലൊരു സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ പി.ജെ. ജോസഫ് മത്സരിക്കുമെന്നോ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ അരനൂറ്റാണ്ടിന്റെ ഇടയിൽ ഇത്തരം ഒരു ചോദ്യം ഉയർന്നു വരുന്നത് ആദ്യമായിട്ടായിരിക്കും. കാരണം പി.ജെ. ജോസഫ് മത്സരിക്കുമോ ഇല്ലയോ എന്ന ഒരു ചോദ്യം. തീർച്ചയായിട്ടും അപ്പു ജോൺ ജോസഫ്, പി.ജെ. ജോസഫിന്റെ മകൻ, അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വികാരം അദ്ദേഹം പിതാവിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടി നേതാക്കൾക്ക് ഇടയിലെ ഒരു വികാരമാണ്. അപ്പു ജോൺ ജോസഫ് പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററായി എത്തിയ ഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തെ ചില നേതാക്കൾക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. ചിലർ പാർട്ടി വിട്ടു പോവുകയും രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുന്നത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അപ്പു ജോൺ ജോസഫ് വന്നം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് പി.ജെ. ജോസഫിന്റെ അനാരോഗ്യം തന്നെയാണ്. 84 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അദ്ദേഹം പൊതുപരിപാടികളിൽ പോലും അത്ര സജീവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ അനാരോഗ്യം തീർച്ചയായിട്ടും വലിയ രീതിയിൽ തൊടുപുഴയിൽ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്നടക്കം വിട്ടുനിന്നത് അടക്കമുള്ള കാര്യങ്ങൾ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് അപ്പു ജോൺ ജോസഫ് വന്നം എന്ന് ചിലർ വാദിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് പി.ജെ. ജോസഫ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പാർട്ടി അംഗങ്ങൾ, അണികൾ, പ്രവർത്തകരൊക്കെ പൂർണ്ണമായി അതിനൊപ്പം തന്നെ നിൽക്കുമല്ലോ അല്ലെ? മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പരസ്യമായി അവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും വികാരം മറ്റൊരു തരത്തിൽ തന്നെയാണ്. പി.ജെ. ജോസഫ് എന്ത് തീരുമാനമെടുത്താലും ആ ഒപ്പം നിൽക്കുമെന്ന് പാർട്ടി അണികൾ, ചില നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് സാധ്യമാകും? പ്രത്യേകിച്ച് പല മണ്ഡലം ഭാരവാഹികളും വലിയ കടുത്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കൾക്കൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് അത്തരം സംഭവങ്ങൾ, അദ്ദേഹം പാർട്ടി നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ രൂക്ഷത കുറച്ചുകൂടി വർദ്ധിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസും ആഗ്രഹിക്കുന്നത് പി.ജെ. ജോസഫ് തന്നെ മത്സരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനാരോഗ്യമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പി.ജെ. ജോസഫ് ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് അനാരോഗ്യമാണ് പ്രശ്നം എന്നുള്ളതാണ് പി.ജെ. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് 84 വയസ്സ് കഴിഞ്ഞു. നമുക്ക് സ്വാഭാവികമായിട്ട് മുൻപ് കാണുന്ന ആരോഗ്യം അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ പോലും അദ്ദേഹം തന്നെ വരണം. അദ്ദേഹത്തിന് എന്ത് അനാരോഗ്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ ചോദിക്കുകയും ചെയ്യുന്നത്. പി.ജെ. ജോസഫ് ആയിരിക്കുമോ, മകൻ അപ്പു ആയിരിക്കുമോ എന്നൊക്കെയുള്ളത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതിൽ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ നമുക്ക് മുൻപിലേക്ക് എത്തും. ജെയിൻ എസ് രാജു വാർത്ത റിപ്പോർട്ട് ചെയ്തത്.